അടുത്ത പറയാൻ പോകുന്നത്. പദവി, പങ്ക് എന്നുള്ളതാണ്. എന്താണ് പദവി, എന്താണ് പങ്ക്? അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ്, പദവിയുടെ ഇംഗ്ലീഷ് സ്റ്റാറ്റസ് എന്നും പങ്കിന്റെ ഇംഗ്ലീഷ് റോൾ എന്നുമാണ്. പങ്കിന് നമ്മൾ ധർമ്മം എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പദവി എന്തെന്ന് നോക്കാം. പദവിയും പങ്കും ഒരു ഇരട്ട സങ്കല്പനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പദവിയും പങ്കും എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ആൻഡ് റോൾ ആർ സീൻ ആസ് ട്വിൻ കൺസെപ്റ്റ്സ്. ട്വിൻ കൺസെപ്റ്റ് ആണ്, ഇരട്ട സങ്കല്പനമാണ്. ഇത് ഒരു മാർക്കിന് ചോദിക്കാം. ഇനി പദവി എന്താണെന്നും പദവിയുടെ ഉദാഹരണം എന്താണെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പദവി എന്തെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിലെ ഒരു വ്യക്തിക്കുള്ള സ്ഥാനമാണ് പദവി എന്ന് പറയുന്നത്. എ പൊസിഷൻ ആൻ ഇൻഡിവിജ്വൽ ഹാസ് ഇൻ എ സൊസൈറ്റി ഓർ ഇൻ എ ഗ്രൂപ്പ് ആണ് എന്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കുള്ള സ്ഥാനം. അപ്പൊ പദവി ഈസ് ഈക്വൽ ടു സ്ഥാനം എന്നങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. പദവി എന്താണ്? സ്ഥാനമാണ്. പദവി ഈസ് ഈക്വൽ ടു സ്ഥാനം. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തിനെയാണ് പദവി എന്ന് പറയുന്നത്. പദവിക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്കൊരു പദവിയുണ്ട്, അധ്യാപിക എന്നൊരു പദവി. നിങ്ങൾക്കൊരു പദവിയുണ്ട്, വിദ്യാർത്ഥി എന്ന പദവി, അല്ലേ? അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പദവി മാത്രമേ ഉള്ളൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ വിദ്യാർത്ഥി മാത്രമാണോ? അല്ല. വൈകുന്നേരം നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ആരാവും? നിങ്ങളുടെ അമ്മയുടെ മകനാകുന്നു, അല്ലെ? അല്ലെങ്കിൽ അച്ഛന്റെ മകനാകുന്നു. പിന്നെ നിങ്ങളുടെ അനിയത്തിക്കുട്ടിക്ക് നിങ്ങൾ ആരാകുന്നു? ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ ഒക്കെ ആകുന്നു, അല്ലെ? അപ്പോൾ ഒരു വ്യക്തിക്ക് നിരവധി സ്ഥാനങ്ങളുണ്ട് എന്ന് പറയാം. ഒരു വ്യക്തിക്ക് നിരവധി സ്ഥാനങ്ങൾ ഉണ്ട്. ഇനി അടുത്ത എന്താണ്? പ്രത്യേക അവകാശങ്ങളും ചുമതലകളും പദവിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു അധ്യാപികയായ എനിക്ക് ചില അവകാശങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്, ചുമതലകളുമുണ്ട്. അതുപോലെ വിദ്യാർത്ഥിയായ നിങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ ചുമതലകളുണ്ട്. മകനായ അല്ലെങ്കിൽ മകളായ നിങ്ങൾക്കും അവകാശങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പദവിക്ക് ഉദാഹരണമാണ് അമ്മ, അച്ഛൻ, മകൻ എഴുതാം, അല്ലെങ്കിൽ മകൾ എന്ന് എഴുതിക്കും. ഡോക്ടർ, ടീച്ചർ, ഇതൊക്കെ എന്താണ്? വ്യത്യസ്ത പദവികളാണ്. ഈ പദവികൾക്കൊക്കെ എന്തുണ്ട്? ഒരുപാട് അവകാശങ്ങളും ചുമതലകളും ഉണ്ടായിരിക്കും. ഒരു വ്യക്തിക്ക് നിരവധി സ്ഥാനങ്ങളും ഉണ്ട്. നിരവധി സ്ഥാനം എന്നുള്ള മനസ്സിലായല്ലോ. ഞാനിപ്പോ എൻ്റെ മോൻ്റെ അമ്മയാണ്, അതുപോലെ നിങ്ങളുടെ ടീച്ചറാണ്, ചിലപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണ്, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ മരുമകളാണ്. അപ്പൊ എനിക്ക് നിരവധി പദവികളുണ്ട്. ഇനി രണ്ടാമത്തേതാണ് എന്ത്? പങ്ക് എന്ന് പറയുന്നത്. പങ്കിന് നമ്മൾ ഇംഗ്ലീഷിൽ റോൾ എന്ന് പറയുന്നു. പദവിയുടെ ചലനാത്മകമോ പെരുമാറ്റപരമോ ആയ തലമാണ് എന്ത്? പങ്ക് എന്ന് പറയുന്നത്. അതായത് പദവി എന്ന് പറയുന്ന, അധ്യാപിക എന്ന് പറയുന്ന സ്ഥാനമുള്ള എനിക്ക് ചെയ്യുവാനായിട്ട് കുറേ പെരുമാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്. അതാണ് എന്ത്? പങ്ക് എന്ന് പറയുന്നത്. സോ റോൾ ഇസ് ദ ഡൈനാമിക് ഓർ ദ ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ഒരു ഇതാണ് എന്തൊരു സങ്കല്പനമാണ് പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ പദവിയുടെ ചലനാത്മകമോ പെരുമാറ്റപരമോ ആയ തലമാണ് പങ്ക്. ഇതും ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അത് എന്ന് പറഞ്ഞാൽ എന്താണ്? പദവി, ടീച്ചർ എന്ന പദവിക്ക് പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങൾ, അല്ലെങ്കിൽ ആ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. പദവി നാം വഹിക്കുന്നു. പദവി എന്ന് പറയുന്നത് ടീച്ചർ എന്ന പദം ഞാൻ വഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ആ പങ്ക് എന്ത് ചെയ്യുന്നു? ആ ടീച്ചർ എന്ന പദവി വഹിച്ച ഞാൻ ചെയ്യേണ്ട കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമ്മൾ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. റോൾ ഈസ് പ്ലേഡ് ആൻഡ് സ്റ്റാറ്റസ് ഈസ് ഒക്യുപ്പൈഡ് എന്നാണ് പറയുന്നത്. പദവി നാം വഹിക്കുന്നു, പങ്ക് നാം നിർവഹിക്കുന്നു. ഉദാഹരണം അമ്മയുടെ കർത്തവ്യങ്ങൾ, മകന്റെ കർത്തവ്യങ്ങളും ജോലികളും കടമകളും. അങ്ങനെ ഓരോ പദവികൾക്കും എന്തുണ്ട്? നിരവധി കർത്തവ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പദവി, അമ്മ എന്ന പദവി ഞാൻ വഹിക്കുന്നു. അമ്മ എന്ന പദവി വഹിക്കുന്ന എനിക്ക് എന്തുണ്ട്? കർത്തവ്യങ്ങളും ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ റോൾ ഈസ് ദ ഡൈനാമിക് ഓർ ദ ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് സ്റ്റാറ്റസ് ഈസ് ഒക്യുപ്പൈഡ്. പദവി നാം വഹിക്കുന്നു, അതുപോലെ റോൾസ് ആർ പ്ലേഡ്, പങ്ക് നാം നിർവഹിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക സമൂഹത്തിൽ നിരവധി പദവികളുണ്ട്. ഒരു വ്യക്തിക്ക് ആധുനിക സമൂഹത്തിൽ നിരവധി പദവികളുണ്ട് എന്ന് പറയുന്നു. അതുപോലെ പരമ്പരാഗത സമൂഹങ്ങളിൽ പദവികൾ കുറവാണ് എന്ന് പറഞ്ഞ എന്താണ്? സൊസൈറ്റി
ഒത്തിരി വലുതാകുന്നതിനനുസരിച്ച് വഹിക്കുന്ന പദവികൾ കൂടുതലായിരിക്കും. പരമ്പരാഗതമായ ലളിത സമൂഹങ്ങളിൽ, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ചിലപ്പോൾ ഒരു അധ്യാപിക ഉണ്ടായിരിക്കില്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മകള് മാത്രം, അമ്മയും മകളുമാകാം. അതിനപ്പുറമുള്ള പദവികൾ, ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ അതിനപ്പുറമുള്ള പദവികളൊന്നും അവിടെ ഇല്ല. അപ്പൊ പരമ്പരാഗത സമൂഹങ്ങളിൽ പദവികൾ കുറവായിരുന്നുവെങ്കിൽ ആധുനിക സമൂഹത്തിൽ നിരവധി പദവികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പദവി കൂട്ടം അഥവാ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഓക്കെ, ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി ഇപ്പം ഞാൻ അമ്മ എന്ന് പറയുന്ന പദവി വഹിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു അല്ലെ, എനിക്ക് ഒരുപാട് പദവികളുണ്ട്. അപ്പൊ ഒരു വ്യക്തി നിരവധി പദവികൾ വഹിക്കുന്നു, ഇതിനെ എന്തു പറയുന്നു? പദവി കൂട്ടം അഥവാ പദവി സമുച്ചയം എന്ന് പറയുന്നു. ഒരു വ്യക്തി നിരവധി പദവികൾ വഹിക്കുമ്പോൾ അതിനെ സ്റ്റാറ്റസ് സെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ് സെറ്റ്? ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ ഓക്യുപ്പൈസ് വേരിയസ് statuses and a person may be a student, then he may be a customer, he may be a passenger to bus driver, and he is a brother or she is a sister. Okay, അപ്പോൾ അങ്ങനെ വ്യത്യസ്ത പദവികൾ ആര് വഹിക്കുന്നു? ഒരു വ്യക്തി വഹിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പദവി കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തെല്ലാം തരം പദവികളുണ്ട്, എത്ര സെറ്റ് പദവികൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആരൊക്കെയാണ്? കടയിൽ പോകുമ്പോൾ നിങ്ങൾ ആരാകുന്നു? ഇടപാടുകാരനാകുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിയാകുന്നു. വീട്ടിൽ നിങ്ങൾ മകനാകാം, അല്ലെങ്കിൽ കൊച്ചുമകനാകാം. ആശുപത്രി ചെല്ലുമ്പോൾ നിങ്ങൾ രോഗിയാകുന്നു. ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾ യാത്രക്കാരനാകുന്നു. അങ്ങനെ ഒരു വ്യക്തി ഒരു ദിവസം തന്നെ നിരവധി പദവികൾ വഹിക്കുന്നു. അപ്പോൾ ഒരു ജീവിതകാലം അനേകം പദവികൾ വഹിക്കേണ്ടി വരുന്നു. ആര്? ഒരു വ്യക്തി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പദവിക്രമം അഥവാ സ്റ്റാറ്റസ് സീക്വൻസ് എന്നുള്ളതാണ്. പദവിക്രമം അഥവാ സ്റ്റാറ്റസ് സീക്വൻസ്. എന്താണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് നോക്കാം. ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വഹിക്കുന്ന പദവികളെ പദവിക്രമം അഥവാ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നു. ഇൻഡിവിജ്വൽസ് acquire different status at various stages of life. For example, a son becomes a father in his later life. That father becomes a grandfather, and so on. So that is called status sequence. ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വഹിക്കുന്ന പദവികളെ നാം പദവിക്രമം എന്ന് പറയുന്നു. ക്രമമായി നമ്മൾ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വഹിക്കുന്ന പദവിയാണ് എന്ത്? പദവിക്രമം. അപ്പൊ ആ പദവിക്രമം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു മകൻ, ഇങ്ങനെ തന്നെ ആ ഉദാഹരണം എഴുതണം. ഒരു മകൻ അച്ഛനാകുന്നു, അച്ഛൻ മുത്തശ്ശനാകുന്നു, മുത്തശ്ശൻ മുതുമുത്തശ്ശനാകുന്നു. അപ്പൊ ഇതാണ്, ഇങ്ങനെ ഈ ആരോ ഇട്ട് തന്നെ അത് എഴുതണം കേട്ടോ. ഓരോരുത്തരാകുന്നത് ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വഹിക്കുന്ന പദവിയാണ്. അതിന് നമ്മൾ പദവി അനുക്രമണം അഥവാ പദവിക്രമം എന്നും സ്റ്റാറ്റസ് സീക്വൻസ് എന്നും പറയുന്നു. ഇനി പദവികൾ 2 തരമാണ്. ഇനി നമ്മൾ പദവികളുടെ തരത്തിലേക്കാണ് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ്. ഇത് സാധാരണ ചോദിക്കുന്ന 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പദവികൾ 2 തരമാണ്. ആരോപിത പദവിയും ആർജിത പദവിയും. There are 2 types of status, ascribed status and achieved status. എന്താണ് ascribed എന്നും എന്താണ് achieved എന്നും നോക്കാം. ആരോപിത പദവി. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക. ആരോ നമ്മുടെ മുകളിൽ ആരോപിച്ച പദവിയാണ്. ആണ് പെണ്ണ് ആരോ ആരോപിച്ചു വെച്ചതാണ്. ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ ആരോ നമ്മുടെ മുകളിലേക്ക് ആരോപിച്ച് തന്നതാണ്. അങ്ങനത്തെ പദവിയാണ് എന്ത്? ആരോപിത പദവി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എങ്ങനെ കിട്ടുന്നു? ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവിയാണ്. അൺനോയിങ്ലി a person is getting a status by birth and that is called ascribed status. ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ലളിത സമൂഹങ്ങളുടെ സവിശേഷതയാണ്, അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയുടെ സവിശേഷതയാണ്. നമുക്ക് എന്തു പറയാം? ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് സ്റ്റാറ്റസ് വാസ് ഡിഫൈൻഡ് ആൻഡ് അസ്ക്രൈബ്ഡ് by birth. And second one, അതിന് എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ജാതി, മതം, ലിംഗം ഒക്കെ നമുക്ക് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആരോപിത പദവിയാണ്. ഇനി ആർജിത പദവി എന്താണ്? അച്ചീവ്ഡ് സ്റ്റാറ്റസ്.
ഒരു വ്യക്തി സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണിത്. ഞാൻ അധ്യാപികയായി. എങ്ങനെയാണ്? ഞാൻ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് പഠിച്ച് പരീക്ഷകളൊക്കെ എഴുതി, PSC പരീക്ഷയൊക്കെ എഴുതി, B.Edന്റെ ട്രെയിനിങ്ങിനും ഒക്കെ പോയിട്ടാണ് ഞാൻ അധ്യാപികയായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്ത പദവിയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. ഇനി അപ്പം ഈ നമ്മുടെ സ്വന്തം കപ്പാസിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ നേടിയെടുക്കുന്ന പൊസിഷനാണ് എന്ത്? അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എ സ്റ്റാറ്റസ് ദാറ്റ് എ പേഴ്സൺ ഓക്യുപ്പൈസ് ബൈ ഹിസ് പേഴ്സണൽ എബിലിറ്റി. ഒരു എബിലിറ്റി കൊണ്ട് അയാൾ നേടിയെടുക്കുന്നതാണ്. ഇനി അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കുവാണെങ്കിൽ, നമ്മൾ പണം കൊണ്ട് നേടുന്ന പദവികൾ, നമ്മൾ പഠിച്ചു നേടുന്ന തൊഴിൽ, നമ്മുടെ വിദ്യ ഒക്കെ എന്താണ്? അച്ചീവ്ഡ് സ്റ്റാറ്റസ് അഥവാ ആർജിത പദവിയാണ്. ഇനി ആർജിത പദവി ആധുനിക സമൂഹങ്ങളുടെ സവിശേഷതയാണ്. ആധുനിക സമൂഹങ്ങളിൽ ആരോപിത പദവിയായ ലിംഗം ഓക്കെ, മതവും ചിലപ്പം പറ്റും, ജാതിയൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇപ്പോൾ എന്താണ്? ആരോപിത പദവിക്ക് യാതൊരുവിധ വിലയും ഇല്ല. വില ഉണ്ട്, പക്ഷെ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ അത്രയും വില ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായാലും ആരോപിത പദവിയും ആർജിത പദവിയും. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ അന്തസ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പഠിക്കുന്നത്. എന്താണ് അന്തസ്സ് എന്നുള്ളത്? എന്താണ് അന്തസ്സ്? അന്തസ്സ് എന്ന് പറയുന്നത് പദവിയുമായി ബന്ധമുള്ള ഒരു പദമാണ്. ഓരോ പദവികൾക്കും അന്തസ്സ് നൽകിയിട്ടുണ്ട്. അത് ഓരോ സമൂഹത്തിലും ഈ അന്തസ്സ് ചിലപ്പം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വ്യക്തിയുടെ പദവി എന്ത് എന്നത് അനുസരിച്ച് അയാളുടെ അന്തസ്സ് സമൂഹം നിർണയിക്കുന്നു. പദവിയോടൊപ്പമുള്ള മൂല്യമാണ് അന്തസ്സ് എന്ന് പറയുന്നത്. പദവിയോടൊപ്പമുള്ള മൂല്യത്തിനെയാണ് എന്ത് പറയുന്നത്? അന്തസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ഡോക്ടർ പദവിയുള്ള ഒരാൾ, അയാൾക്ക് ഒരു കച്ചവടക്കാരനേക്കാൾ പണം കുറവാണ്, പക്ഷേ അന്തസ്സ് ആർക്കായിരിക്കും? ഡോക്ടർക്കായിരിക്കും കച്ചവടക്കാരനെക്കാട്ടി കൂടുതലുള്ളത്. ഒരു ടീച്ചറും ഒരു ഡോക്ടറും എടുത്താൽ അന്തസ്സ് കൂടുതൽ ആർക്കായിരിക്കും? ഡോക്ടർക്കായിരിക്കും അന്തസ്സ് കൂടുതൽ, അല്ലെ? അപ്പൊ ഈ അന്തസ്സ് നിർണയിക്കുന്നത് സമൂഹമാണ്. സമൂഹം അന്തസ്സ് നിർണയിക്കുന്നു. അത് ഓരോ പദവികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അന്തസ്സുകൾ കൊടുക്കുന്നു. അപ്പൊ പദവിയോടൊപ്പമുള്ള മൂല്യമാണ് ഈ ഡോ എന്നുള്ളത് അക്ഷരത്തെറ്റുണ്ട്. പദവിയോടൊപ്പമുള്ള മൂല്യമാണ് എന്ത്? അന്തസ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ സമൂഹങ്ങളിലും ഈ അന്തസ്സ്, പദവിയോട് ചേർന്നുള്ള അന്തസ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഭയങ്കര സ്ഥാനമാണ് സമൂഹത്തിൽ. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് അത്രയും, നമ്മളിവിടെ നോക്കും കുഞ്ഞു കുട്ടികളെയാണോ പഠിപ്പിക്കുന്നത്, കുറച്ചുകൂടെ വലിയ കുട്ടികളെയാണോ പഠിപ്പിക്കുന്നത്, കോളേജിലാണോ പഠിപ്പിക്കുന്നത്, അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു പദവിക്ക് അന്തസ്സ് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം ഓരോ സമൂഹങ്ങളിലും അന്തസ്സ്, പദവിയുമായി ബന്ധപ്പെട്ട അന്തസ്സ് വ്യത്യാസമായിരിക്കും. അതുപോലെ കാലഘട്ടങ്ങളിലും വ്യത്യാസമായിരിക്കും. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, പണ്ട് കാലത്ത് ഇവിടെ വക്കീലന്മാർക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരു കാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് ഭൂമി സംബന്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലം, ഒരുപാട് തർക്കങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായൊരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് വക്കീലന്മാർക്ക് ഇന്ത്യയിൽ വലിയ വിലയായിരുന്നു. പക്ഷെ അത്രത്തോളം വില ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞാലായിരിക്കും സമൂഹത്തിൽ കുറച്ച് വിലയുള്ളത്. അപ്പോൾ കാലഘട്ടം അനുസരിച്ചും സമൂഹം അനുസരിച്ചും പദവിയുമായി ബന്ധപ്പെട്ട അന്തസ്സ് വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അന്തസ്സിന്റെ ഇംഗ്ലീഷ് പ്രസ്റ്റീജ് എന്നാണ് പറയുന്നത്. അന്തസ്സിന്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രസ്റ്റീജ്. സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് ആർ ഇന്റർകണക്റ്റഡ് ആൻഡ് എവറി സ്റ്റാറ്റസ് is accorded certain rights and values. Values are attached to the social status of the individuals, and value attached to the status or to the office is called prestige. Value attached to the status is called prestige. People can rank status in terms of their high or low prestige. Low ആണോ ഹൈ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൾക്കാരെ റാങ്ക് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എ ഡോക്ടർ എൻജോയ്സ് ഹൈ പ്രസ്റ്റീജ് ദാൻ എ ഷോപ്പ് കീപ്പർ ഈവൻ ദോ ഡോക്ടേഴ്സ് ഇൻകം ഈസ് വെരി ലെസ് എന്നാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പങ്ക്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് റോള്, പദവി,
പറഞ്ഞിട്ട് പദവിയുടെ കർത്തവ്യങ്ങൾ, ഒരു പദവിക്ക് പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങളാണ് എന്ത് പങ്ക് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പദവിയും പങ്കും ഒരുപാടുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ ഒരുപാട് പദവികളും പങ്കുകളും ഒരു വ്യക്തി തന്നെ അനുഭവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത പങ്കുകളും പദവികളും ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ അവിടെ ഒരുപാട് റോളുകൾ ഉള്ളത് കൊണ്ട്, ഒരുപാട് പങ്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ധർമ്മം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് ധർമ്മ സംഘർഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് നിരവധി പങ്കും പദവികളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം. അത് മാനസിക സംഘർഷം നൽകുന്നു. ഇതിനെ പങ്ക് സംഘർഷം അഥവാ ധർമ്മ സംഘർഷം എന്ന് പറയുന്നു. രണ്ട് പദം ഓർത്തു വയ്ക്കുക കേട്ടോ. പങ്ക് സംഘർഷം അഥവാ ധർമ്മ സംഘർഷം എന്ന് പറയുന്നു. എന്താണ് ധർമ്മ സംഘർഷം അഥവാ പങ്ക് സംഘർഷം? ഒരു വ്യക്തിക്ക് നിരവധി പങ്കും പദവികളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം, അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു ടേബിളിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചിരിക്കുന്നു, ഇപ്പുറത്ത് ഒരു ലോട്ടി ചോക്കോപ്പോയി വെച്ചിരിക്കുന്നു, തൊട്ടിപ്പുറത്ത് ഒരു ചിക്കൻ തന്തൂരി വെച്ചിരിക്കുന്നു, ഇപ്പുറത്തൊരു കുഴിമന്തി വെച്ചിരിക്കുന്നു, ഇപ്പുറത്ത് സെൻട്രൽ ഒരു ബിരിയാണി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആകെ എല്ലാം ഇഷ്ടമുള്ളതാണ്, ആകെ ആശയക്കുഴപ്പമാവും, അല്ലെ? എല്ലാം തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു സംഘർഷം ഉണ്ടായിരിക്കും, അല്ലെ? മാനസിക സംഘർഷം. അതുപോലെ ഒരു വ്യക്തിക്ക് നിരവധി പദവികളും പങ്കുകളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം. ഇത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു. ഇതിനെ പങ്ക് സംഘർഷം എന്ന് പറയുന്നു. ഇനി സ്ത്രീകൾക്ക്, ശരിക്കും പറഞ്ഞാൽ സാധാരണ സമൂഹങ്ങളിൽ സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള പങ്ക് സംഘർഷം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സ്ത്രീ അമ്മയാണ്, ഒപ്പം തന്നെ ഇപ്പോൾ ആ സ്ത്രീക്ക് ഒരു സർക്കാർ ജോലി ഉണ്ടെന്ന് കൂട്ടുക. അപ്പൊ അവർക്ക് അവിടുത്തെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മാവിയമ്മയുണ്ട്. അമ്മാവിയമ്മ സുഖമില്ലാതെ കിടക്കുന്നെങ്കിൽ അമ്മാവിയമ്മയെ കുളിപ്പിക്കണം, അമ്മായിയമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ആ ഉത്തരവാദിത്വം ഉണ്ട്. തൊട്ടിപ്പുറത്ത് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നു, അമ്മയല്ലേ, അപ്പം കുഞ്ഞുങ്ങളെ നോക്കണം, അമ്മയുടെ ഉത്തരവാദിത്വം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയെ നോക്കാനുണ്ടാവും. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, അവരൊരു ജോലിക്കാരിയാണ്, സർക്കാർ ജോലിക്കാരിയാണ്, ഒരു മരുമകളാണ്, ഒരു മകളാണ്, തൊട്ടപ്പുറത്ത് ഭർത്താവും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഒരു ഭാര്യയുമാണ്. ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നിരവധി ജോലികൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ, നിരവധി പങ്കുകൾ അല്ലെങ്കിൽ റോള് ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് എന്തുണ്ടാകാം? സ്ത്രീക്ക് റോൾ കോൺഫ്ലിക്റ്റ് അഥവാ ധർമ്മ സംഘർഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ ഉള്ളത്, അതോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വീട്ടില് അച്ഛന്മാർക്ക് സംഘർഷം ഉണ്ടോ? ഇതുപോലെ ഒരുപാട് പണികളുണ്ടോ? അമ്മ ചെയ്യുന്ന അടുക്കളപ്പണി കൂടാതെ സ്വന്തം അമ്മയുടെ പണികളോ അല്ലെങ്കിൽ ഭാര്യയ്ക്കുള്ള പണികളോ ഒക്കെ ചെയ്തു കൊടുക്കേണ്ട പുരുഷന്മാരുണ്ടോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്ത്രീകൾ മാത്രമാണോ ഈ ധർമ്മ സംഘർഷം നേരിടുന്നത് എന്ന്? സാധാരണ സമൂഹശാസ്ത്രജ്ഞര് അല്ലെങ്കിൽ പറയുന്നത് ഇത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല നേരിടുന്നത്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പുരുഷന്മാരും ഇത്തരത്തിൽ റോൾ കോൺഫ്ലിക്റ്റ് അഥവാ പങ്ക് സംഘർഷം നേരിടാറുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരൻ, ഒരു കോമൺ മാൻ പറയും ചിലപ്പം സ്ത്രീകൾ മാത്രമാണ് പങ്ക് സംഘർഷം നേരിടുന്നതെന്ന്. പക്ഷെ നമ്മൾ സമൂഹശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്ത് പറയണം? നമ്മൾ എല്ലാവരെയും ഒന്നുപോലെയാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ പുരുഷന്മാർക്കും എന്തുണ്ട്? പങ്ക് സംഘർഷമുണ്ട്, അഥവാ ധർമ്മ സംഘടനം എന്നും പറയാം. ധർമ്മ സംഘർഷം പുരുഷന്മാർക്കുമുണ്ട്. അതിന് നമുക്കൊരു ഉദാഹരണം പറയുന്നുണ്ട്. എവിടെയാണെന്നറിയോ? ഇന്ത്യയില് ഖാസികൾ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗക്കാരുണ്ട്. ഖാസികൾ എവിടെയുള്ളവരാണെന്നറിയോ? നോർത്ത് ഇന്ത്യയിലാണ്, നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ഉള്ളത്. ഗോത്ര വിഭാഗക്കാരാണ്. അപ്പൊ ഈ ഗോത്രക്കാരുടെ ഇടയിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് ഉള്ളത്. മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രിയാർക്കിയൽ, അതായത് സ്വത്തും ബാക്കി ഉള്ള എല്ലാ അവകാശങ്ങളും അമ്മയുടെ സൈഡിൽ നിന്നായിരിക്കും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്. അമ്മ മോൾക്ക് കൊടുക്കുന്നു, മോള് മോളുടെ മോൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പെണ്ണുങ്ങൾ വഴിയാണ് എന്ത് സ്വത്ത് കൈമാറ്റങ്ങളും അധികാര കൈമാറ്റങ്ങളും കുടുംബ പേരുകളൊക്കെ കൈമാറ്റം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുടുംബത്തിനെയാണ് നമ്മൾ മാട്രിയാർക്കിയൽ ഫാമിലി അഥവാ മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഖാസികളുടെ ഇടയിൽ ഇപ്പോഴും ഈ മാട്രിയാർക്കിയൽ അഥവാ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലവിലുള്ളത്. അപ്പൊ ഇവിടുത്തെ ആണുങ്ങൾക്ക് ആശയക്കുഴപ്പമാണ്. എന്താ ആശയക്കുഴപ്പം എന്നറിയോ? അവർക്ക് അവരുടെ സ്വന്തം വീട്ടില് ആണുങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ കാര്യവും നോക്കണം. ഒപ്പം തന്നെ എന്താണ് താമസിക്കേണ്ടത്? ഈ മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ട് സ്വന്തം സഹോദരിമാരുടെ കൂടെയും അമ്മമാരുടെ കൂടെയും ആയിരിക്കും താമസിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ആകെ ആശയക്കുഴപ്പമാണ്. ഇവരുണ്ടാക്കുന്ന സ്വത്തുക്കളൊക്കെ ആര് കൊണ്ടുപോകും? ഈ പെങ്ങന്മാരുടെ മക്കളായിരിക്കും അടിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെ?
അപ്പോൾ അവർക്ക് ആകെ കൂടെ ഒരു സംഘർഷമായിരിക്കും. എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കണോ, അതോ പെങ്ങന്മാരുടെ മക്കൾക്ക് വേണോ, അതോ സ്വന്തം മക്കൾക്ക് വേണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഈ ഖാസി ഗോത്രക്കാരുടെ ആണുങ്ങൾക്കുണ്ട്. അപ്പൊ അവരും എന്ത് നേരിടുന്നു? ധർമ്മസംഘർഷം നേരിടുന്നുണ്ട്. അടുത്തത്, അപ്പൊ അതും ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. എന്താണ് ധർമ്മസംഘർഷം? ധർമ്മസംഘർഷം നേരിടുന്നത് അല്ലെങ്കിൽ പങ്ക് സംഘർഷം നേരിടുന്നത് സ്ത്രീകൾ മാത്രമാണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ധർമ്മസംഘർഷം നേരിടുന്നവരുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ ധർമ്മസംഘർഷം നിങ്ങളുടെ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ധർമ്മത്തിൽ കുറച്ചൊക്കെ നിങ്ങളും കൂടെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് പങ്ക് സ്ഥിരപ്പെടുത്തൽ അഥവാ ധർമ്മസ്ഥിരത എന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നു. ഒരു റോള് അല്ലെങ്കിൽ ഒരു പങ്ക് ഒരാൾക്കായിട്ട് അങ്ങ് മാറ്റി വെക്കുന്നു, സ്ഥിരപ്പെടുത്തി വെക്കുന്നു. അതിനാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്, റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നു. ഒരു പ്രത്യേക പങ്ക് ഒരു വ്യക്തിക്ക് സ്ഥിരപ്പെടുത്തുന്ന സമ്പ്രദായമാണ് പങ്ക് സ്ഥിരപ്പെടുത്തൽ എന്ന് പറയുന്നത്. റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫിക്സിംഗ് സം സ്പെസിഫിക് റോൾ ഫോർ സം മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഏതെങ്കിലും പങ്ക് ഒരു പ്രത്യേക വ്യക്തിക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ടോ നമ്മുടെ സമൂഹം? ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളപ്പണി അമ്മയുടെ പണിയാന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ മാറ്റി വെക്കൂലേ? ഫ്രണ്ട് റൂമിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നു, അത് എടുത്തോണ്ട് വെക്കേണ്ട ജോലി ആരുടെയാ? അത് അമ്മയുടെയാണ്. അത് ആര് നിർണയിച്ചു കൊടുക്കുന്നു? അങ്ങനെ എങ്ങനെയാ? അത് അമ്മയ്ക്ക് ജനിക്കുമ്പോഴേ അറിയുന്ന കാര്യമാണോ? അല്ല. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ മാധ്യമങ്ങള്, അമ്മ പത്രങ്ങൾ കാണുന്നു, അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, അമ്മയുടെ അമ്മ എങ്ങനെയാണ് അമ്മയുടെ അച്ഛനോട് പെരുമാറുന്നതെന്ന് കാണുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയും അമ്മുമ്മമാരുമൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണുന്നു, അയൽപക്കക്കാര് എന്ത് ചെയ്യുന്നു എന്ന് കാണുന്നു. ഇങ്ങനെ നമ്മൾ സാമൂഹ്യവൽക്കരണത്തിലൂടെ, അതിന് പറയുന്നതാണ് എന്ത്? ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പഠിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ചുറ്റും നോക്കി കണ്ടുപഠിക്കുന്നു. ആ പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം. അപ്പൊ സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ജോലി ഇന്ന ആളുടേതാണ് എന്ന് പറയുന്നത്. ഗ്ലാസ് കൊണ്ടുവയ്ക്കേണ്ട ജോലി അമ്മയുടേതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചിലപ്പം ഒരു മാഗസീനിൽ കണ്ടു കാണും, അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ കണ്ടു കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു കണ്ടു കാണും, അമ്മ പറഞ്ഞു കേട്ട് കാണും അല്ലെ? അങ്ങനെ നമ്മൾ സാമൂഹ്യവൽക്കരണത്തിലൂടെ നമ്മൾ സമൂഹം എന്ത് ചെയ്യുന്നു? പങ്ക് അല്ലെങ്കിൽ ധർമ്മം ഒരു വ്യക്തിക്കായിട്ട് സ്ഥിരപ്പെടുത്തി വെക്കുന്നു. ഇനി അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? ആണോ? എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ട ജോലിയാണ്, സമൂഹമാണ് ഒരാളുടെ മേലിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നത് അല്ലെ? അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പങ്ക് സ്ഥിരപ്പെടുത്തൽ. ഇനി ഇപ്പൊ ആധുനിക സമൂഹമായതുകൊണ്ട് ഇത്തരത്തിൽ പങ്ക് സ്ഥിരപ്പെടുത്തലുകളൊക്കെ ഇപ്പൊ കുറവാണ്. പണ്ട് കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേക പണികൾ സ്ത്രീകൾക്ക് കൊടുക്കാറില്ല. ഇപ്പൊ ഹെലികോപ്റ്റർ ഓടിക്കണം, സ്ത്രീകൾ പാടില്ല. അല്ലെങ്കിൽ തെങ്ങി കയറണം, സ്ത്രീകൾക്ക് പറ്റിയ പണിയല്ല. അല്ലെങ്കിൽ ഒന്ന് കാർ ഓടിക്കണം, പണ്ടത്തെ കാര്യമോ പറയുന്നത്, കാർ ഓടിക്കണം, അത് സ്ത്രീകളുടെ ധർമ്മമല്ല എന്ന് കരുതുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. പരമ്പരാഗത അല്ലെങ്കിൽ ലളിത സമൂഹം, പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ അങ്ങനെയായിരുന്നു നമ്മൾ കരുതി വച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ട്. ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു, സ്ത്രീകൾ പ്ലെയിൻ ഓടിക്കുന്നു അല്ലേ? സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മുഴുവനായിട്ട് അങ്ങനെ പങ്ക് സ്ഥിരപ്പെടുത്തൽ എന്നുള്ള ഒരാശയം പരിപൂർണമായിട്ടും മാറിയിട്ടൊന്നും ഇല്ല. ഇനി ഈ സാമൂഹ്യവൽക്കരണത്തിലൂടെ ഒരു വ്യക്തി സ്വയം ഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്യുന്ന ഇപ്പം ഗ്ലാസ് എടുത്തുകൊണ്ട് വയ്ക്കുന്ന ഞാനും അത് കാണുന്ന നിങ്ങളും ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? ആ സാമൂഹ്യവൽക്കരണത്തിലൂടെ ആ ഒരു പങ്കിനെ കുറിച്ചുള്ള ആശയം സ്വീകരിക്കുകയും നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അത്രയുമാണ് സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ഇപ്പോൾ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫിക്സിംഗ് സം സ്പെസിഫിക് റോൾ ഫോർ സം മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, സൊസൈറ്റി ഡിസൈഡ്സ് സം റോൾസ് ഫോർ മെൻ and some other roles for women. Usually നമ്മൾ പറയും men are the breadwinner and women are the homemakers എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.